ഏറ്റവും അനിവാര്യമായിരിക്കുന്ന സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് നിർജീവമായി കിടക്കുകയാണ്. KPCC അധ്യക്ഷനില്ലാതെ പാർട്ടിയുടെ പ്രവർത്തനം നിലച്ചു എന്ന് മാത്രമല്ല, പാർട്ടിക്ക് പല വിധത്തിലുള്ള ക്ഷീണമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പ്രധാനമായും 10 വർഷം ഭരണമില്ലാതെ പിടിച്ചു നിന്നിടത്ത് നിന്ന് പെട്ടെന്ന് അധികാരത്തിന്റെ സോപാനം കയറി വന്നപ്പോൾ തീർത്തും അതിരുവിട്ട ഒരവസ്ഥയാണ് പാർട്ടി പ്രവർത്തകരിൽ കാണുന്നത്. ഒരു നിയന്ത്രണവുമില്ല. സംസ്ഥാന ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ ഓരോ ബൂത്ത് കമ്മിറ്റിയും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്ന ഒരു അവസ്ഥയാണ് കാണുന്നതും. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലും പലതിലും തോന്നിയ നിയമനം നടത്തിയിരിക്കുന്നു. ഒഴിവ് വരുന്ന ഇടങ്ങളിലെല്ലാം നിയമനം നടത്താൻ പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള അറ്റൻഡർ തസ്തിക മുതൽ മുകളിലോട്ട് പലതരത്തിൽ സ്വാധീനം ചെലുത്തുകയാണ്. പല കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ പണം കൈപ്പറ്റിയതായി പരാതികൾ വന്നു തുടങ്ങുന്നുണ്ട്. അങ്ങനെ 100 കണക്കിന് അപേക്ഷകളാണ് വാങ്ങിവെച്ചതും ഒപ്പിട്ട് നൽകിയിരിക്കുന്നതും ഒക്കെ. കാസർഗോഡ് DCCയെ പോലെ പലർക്കുമെതിരെ വ്യാപക പരാതി ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഒരേ തസ്തികയിൽ പലരോടും വാഗ്ദാനം നൽകിയിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്. ഇനി കോർപ്പറേഷൻ ബോർഡ് അധ്യക്ഷ സ്ഥാനങ്ങൾ വരാനും കിടക്കുന്നുണ്ട്. സർക്കാർ മാറി മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിലൊരു തീരുമാനത്തിലെത്താൻ കഴിയാത്തതും പാർട്ടി നേതൃത്വത്തിന്റെ കഴിവുകേട് തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പാർട്ടിക്ക് നേതൃത്വമില്ലാത്തത് കാരണം എല്ലാവരും നേതൃത്വം എന്നുള്ള തരത്തിലായി കാര്യങ്ങൾ മാറുകയാണ്. ഇത് നമ്മൾ പറയുന്നതല്ല. നിയമസഭയിലെ പാർട്ടിക്കാരുടെ ഉന്തും തള്ളും കാരണം സ്പീക്കർക്ക് ചില തീരുമാനങ്ങൾ തന്നെ ഈ വിഷയത്തിൽ എടുക്കേണ്ടി വന്നിട്ടുള്ളതാണ്. അത്രയും വലിയ തള്ളിക്കയറ്റമാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിന് അഥവാ KPCCക്ക് ഒരു അധ്യക്ഷൻ ഇല്ലാത്തതാണ്. അത് സണ്ണി ജോസഫ് എന്ന രാഷ്ട്രീയക്കാരന്റെ 100% പരാജയവും. കാരണം തൊട്ടടുത്ത കർണാടകയിൽ നമുക്കറിയാം KPCC അധ്യക്ഷനായിരുന്ന DK ശിവകുമാർ തന്നെയായിരുന്നു സിദ്ധരാമയ്യ മന്ത്രിസഭയിലെ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും. അതിനോടൊപ്പം പ്രധാനപ്പെട്ട വകുപ്പുകളും അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തിരുന്നു. ഇത് കേവലം ഒരു വൈദ്യുതി മന്ത്രി എന്ന പദവി കിട്ടിയതോടെ അതിനേക്കാളും 100 ഇരട്ടി KPCC അധ്യക്ഷൻ എന്ന ആ പദവി അങ്ങ് മറന്നുപോയി സണ്ണി ജോസഫ്. VD സതീശന്റെ തന്നെ യജമാനൻ ആയതോടെ സണ്ണി ജോസഫിന് ഒന്നും പറയാൻ കഴിയാതെ തല താഴ്ത്തി നിൽക്കേണ്ടി വരികയാണ് ഇപ്പോൾ. അങ്ങനെ പാർട്ടി അനാഥമായി സ്ഥാനം ഒഴിഞ്ഞിരുന്നു എങ്കിൽ വേറെ ആരെങ്കിലും നിയമിക്കാമായിരുന്നു. ഇത് പുല്ല് തിന്നുന്നുമില്ല, പശുവിനെ തെറ്റിക്കുകയുമില്ല എന്ന പോലെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് സംഘടനയുടെ സ്ഥിതി അപകടകരമായി മാറിയതിനാൽ എത്രയും പെട്ടെന്ന് KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനാണ് തീരുമാനം. അത് രാഹുൽ ഗാന്ധിയുടെ വിദേശ കറക്കം കഴിഞ്ഞ് വന്നിട്ട് മാത്രം. അതിനർത്ഥം ഇനി പേര് വരാനുള്ള കെട്ടിയുറക്കുന്നവരുടേതാണ് എന്ന് മാത്രം. പക്ഷേ കേരളത്തിൽ പാർട്ടി ഇത്രയും ശക്തിപ്പെടുത്തിയ KC വേണുഗോപാൽ കേന്ദ്രത്തിൽ മേൽനോട്ടം വഹിക്കാനുണ്ട് എന്നുള്ളതാണ് ഏക സമാധാനം. ഇപ്പോൾ പട്ടികയിലുള്ള കൊടിക്കുന്നിൽ സുരേഷ്, KC ജോസഫ്, ആന്റണി തുടങ്ങിയവർ ഇതുവരെ സ്വന്തം കാര്യത്തിനല്ലാതെ പാർട്ടിയെ ഉപയോഗിച്ചിട്ടില്ല എന്നിരിക്കെ ഇനി എന്ത് നന്നാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും അറിയില്ല. എങ്കിലും മാത്യു കുഴൽനാടൻ, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ പേരും കേൾക്കുന്നുണ്ട്. തമ്മിൽ ഭേദമെന്നുള്ള നിലയിൽ ഇവരിൽ ഒരാൾ കുഴപ്പമുണ്ടാകില്ല എന്ന് വിചാരിക്കാം. ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ അനാഥമാണ്. പാതിവഴിയിൽ ഉത്തരവാദിത്തം വലിച്ചെറിഞ്ഞ് അധികാരത്തിന്റെ പിന്നാലെ പോകുന്നവരെയല്ല, പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം നിൽക്കുകയാണ് ആര് വന്നാലും ചെയ്യാനുള്ളത്. കാരണം ഇത് പ്രവർത്തകരുടെ നിശ്ചയദാർഢ്യത്തിന്റെയും സഹനശക്തിയുടെയും വിജയമായിരുന്നു. അതാണ് പാർട്ടിക്ക് ലഭിച്ചത്.